ഹലോ ഹായ് വെൽക്കം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഗൾഫ് ഏരിയയിലുള്ള ഈ ഇപ്പോഴത്തെ ക്രൈസിസ് അത് കാരണം ഒരുപാട് പുതിയ എൻക്വയറീസ്, പ്രത്യേകിച്ച് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള CEOസും സീനിയർ മാനേജേഴ്സും ബിസിനസ്സുകാരെന്നൊക്കെ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കനേഡിയൻ ഇമിഗ്രേഷൻ പൊതുവേ ഒത്തിരി ടൈറ്റാക്കിയൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി അവർ എപ്പോഴും ആ രാജ്യത്തിന് ബെനിഫിറ്റ് ആകുന്ന രീതിയിലുള്ള ഇമിഗ്രേഷൻ എന്നും സ്റ്റോപ്പ് ചെയ്യത്തില്ല, അത് പ്രൊമോട്ട് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കനഡയും വളരെ സ്ട്രാറ്റജിക്കലായിട്ട് വളരെ സ്മാർട്ടായിട്ട് ഡോർ അടക്കാതെ വെച്ചിരിക്കുന്ന ചില പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഈ ദുബായിലും ഇന്ത്യയിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് ഏജൻറ്റുമാരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് അതിനെപ്പറ്റി വലിയ പിടിപാടൊന്നും കാണത്തില്ല. കാനഡയിലുള്ള പല ടോപ്പ് ലോ ഫേംസും ചില കൺസൾട്ടൻസി ഫേംസൊക്കെ ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില പ്രോഗ്രാമൊക്കെ വഴി ആൾക്കാരെ ഇപ്പോഴും കാനഡയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഗൾഫ് ക്രൈസിസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഒരു രാജ്യത്തിൻ്റെ സ്റ്റേബിലിറ്റി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു റീജിയൻ്റെ സ്റ്റേബിലിറ്റി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അത് ഒരാളുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്റ്റേബിലിറ്റി ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഇഫ് യു ഹാവ് എ ഫാമിലി. കാനഡ ഇന്നും ഓഫർ ചെയ്യുന്ന ഒരു 3-4 നല്ല ഓപ്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ പരമാവധി ഒരു 10 മിനിറ്റിനകത്ത് പറഞ്ഞുതരാൻ നോക്കാം. വീഡിയോയുടെ അവസാനം വരെ കാണുക, കാരണം ഇതിൽ ഏത് ഓപ്ഷൻ ആർക്കൊക്കെയാണ് സൂട്ടബിൾ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ഞാൻ പറയുന്ന 3-4 ഓപ്ഷൻ ശരിക്കും ക്ലിയർ ആയിട്ട് അതിൻ്റെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സും അതിൻ്റെ എലിജിബിലിറ്റി ഫാക്ടേഴ്സും ശരിക്കും മനസ്സിലാക്കണം. കാരണം പേഴ്സൺ എക്ക് പറ്റിയതായിരിക്കത്തില്ല പേഴ്സൺ ബിക്ക് എന്ന് പറഞ്ഞ പോലെ ഓരോരാളുടെ ഇൻഡിവിജ്വൽ സിനാരി, അവരുടെ എക്സ്പെർട്ടൈസ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഏജ്, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ്, ഇതൊക്കെ വെച്ചിട്ടാണ് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഓരോ പ്രോഗ്രാമിന് വരെ എത്രമാത്രം എലിജിബിളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ വീഡിയോ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ അറിയുന്നവർക്ക്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പലർക്കും ഇത് ബെനിഫിറ്റ് അയക്കാം. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം ഓപ്പണായിട്ട് പറയാം, എല്ലാവർക്കും കാനഡയിൽ അമേരിക്കയിൽ പോയി ജീവിക്കാനുള്ള വിസ കിട്ടത്തില്ല, അതിനുള്ള ഇമിഗ്രേഷൻ പോസിബിലിറ്റീസും ഇല്ല. ദുബൈയൊക്കെ ആകുമ്പോൾ ആർക്കും വരാം, പൈസ മാത്രം മതി, മെയിനായിട്ട് വരാം, ആർക്കും പ്രോപ്പർട്ടി വാങ്ങിക്കാം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഒരു ഫാക്ട് കൂടി അവിടെ ഉണ്ട്. അല്ലാതെ ഈ വ്യക്തിക്ക് വേറെ മറ്റുള്ള രാജ്യത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അവിടെ പോകാതെ ഇങ്ങോട്ട് വന്നേനെ, അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആർഗ്യുമെൻറ്റിലോട്ടൊന്നും പോകണ്ട, ഡിബേറ്റിലൊന്നും പോകണ്ട. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു 35 ആൻഡ് എബവ്, അല്ലെങ്കിൽ ഇൻ ദ 40s, 50s, ഏർലി 50s, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒരുപാട് പേര് ഈ കുടുംബത്തിൻ്റെ സ്റ്റേബിലിറ്റിക്ക് വേണ്ടിയിട്ടും മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ടും അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഒരു പെർമനൻ്റ് ആയിട്ടൊരു സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ രാജ്യങ്ങൾ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ, US, UK ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ തന്നെയാണ് മിക്ക ആൾക്കാരും എമിഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ മിഡിൽ ഏജിൽ ഒരു 40s-ലും 50s-ലൊക്കെ ഉള്ള ആൾക്കാർക്ക് 1-2 മക്കളോ 3 മക്കളൊക്കെ ആയിട്ട് കാനഡയിലോട്ടോ അല്ലെങ്കിൽ UK-ലോട്ടോ ഓസ്ട്രേലിയയിലോട്ടോ അമേരിക്കയിലോട്ടോ പോകാൻ ആഗ്രഹം കാണും. കാനഡയിലോട്ട് വരേണ്ട കാര്യം പറയുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് ഇവരൊക്കെ വരുന്നത് കാനഡയിൽ ഒരിക്കലും നിങ്ങളൊരു ടെമ്പററി വിസയായിട്ട് മിക്ക ആൾക്കാരും വരുന്നത് കാനഡയിൽ പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാര്യങ്ങളധികം വലിച്ചു നീട്ടാതെ ഞാൻ ഒരു ഓപ്ഷൻസിലോട്ട് വരാം. C10, C11, C12 ഈ 3 കാറ്റഗറീസ് ഓഫ് എമിഗ്രേഷനെ പറ്റി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 കാറ്റഗറീസിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് ഇല്ല. ഓക്കെ, എഡ്യൂക്കേഷൻ കാര്യത്തിൽ വലിയ മാൻഡേറ്ററി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വേണ്ട. മൂന്നാമത് കാനഡയുടെ ഏറ്റവും വലിയ കറക്റ്റഡ് ഒരു പ്രോഗ്രാമാണ് LMIA, അതും വേണ്ട. LMIA എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അറിയാത്തവർക്ക് പറഞ്ഞുതരാം, ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഇറ്റ് മീൻസ് an employer in Canada is getting a special approval to hire a foreign national from outside. അപ്പോൾ അതിനാണ് LMIA എന്ന് പറയുന്നത്. അത് ഇറ്റ്സ് ഇഷ്യൂഡ് ബൈ എ ഡിപ്പാർട്ട്മെൻറ്റ് കോൾഡ് ESDC, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അവർ അത് കനഡിയൻ ജോബ് മാർക്കറ്റിന് ഈ ഒരു ജോബ് ഓഫർ പുറത്ത് ഒരു ഫോറിൻ നാഷണൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നോ ഒബ്ജക്ഷൻ കൊടുക്കുന്നതാണ് ഈ LMIA. അതിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കറപ്ഷൻ നടന്നുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ കറപ്ഷൻ നടത്തിയ ഇന്ത്യക്കാർ തന്നെയാണ്. അതങ്ങനെ അവിടെ തീർന്നു. പിന്നെ നമുക്ക് ഈ C10, C11, C12 എന്ന് പറയുന്ന ഈ ഇമിഗ്രേഷൻ പ്രോഗ്രാംസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ LMIA എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ LMIAയുടെ പ്രശ്നം വരുന്നില്ല, ആ കറപ്ഷൻ അവിടെ വരുന്നില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് C10 ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് അതിന് എലിജിബിൾ ആകുന്നത്? C10 എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ടാലൻറ്റ്സ്,
ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കാണും, അല്ലേ? ഒരുപാട് ഡിസൈനേഴ്സ് കാണും, ഒരുപാട് ഈ പറഞ്ഞ പോലെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില ഓൺടർപ്രനേഴ്സ് കാണും. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കാനഡയിലോട്ട് വരാൻ കാനഡയിൽ നിന്നൊരു ജോബ് ഓഫർ മാത്രം മതി. ഈ ജോബ് ഓഫറിന് LMI ആവശ്യമില്ല. ഇത് ഇവർക്കും കൂടി ബാധകമാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കിവിടെ ഒരു മോസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചർച്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ഉണ്ട്. ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഒരു പുജാരിയോ അല്ലെങ്കിൽ ഒരു ഇമാമിനെയോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററെ കൊണ്ടുവരുന്നെങ്കിലും C10 ആണ് അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇമിഗ്രേഷൻ പ്രോഗ്രാം. അതായത് കൾച്ചറലി, എക്കോണമിക്കലി, പൊളിറ്റിക്കലി, സോഷ്യലി ഏത് രീതിയിലും കാനഡയ്ക്ക് ബെനിഫിറ്റ് ആകുന്ന ഔട്ട്സൈഡ് ടാലൻറ്റിനെ കാനഡയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ജോബ് ഓഫർ കൊടുത്തിട്ട് കൊണ്ടുവരും. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ കാണുമല്ലോ, ഒത്തിരി കാണും. ഇപ്പോൾ എനിക്ക് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നൊരു മീറ്റിംഗ് വാസ് വിത്ത് എ ഗിറ്റാറിസ്റ്റ്, വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ വെൽ നോൺ ആയിട്ടുള്ളൊരു ഗിറ്റാറിസ്റ്റ്. ആൻഡ് ഈസ് ഫ്രം, ഐ തിങ്ക് ഈസ് ഫ്രം ട്രിച്ചൂർ. അപ്പോൾ ഹി വാണ്ട്സ് ടു കം ഹിയർ ആൻഡ് ഹി ഹാസ് എ ജോബ് ഓഫർ ഫ്രം കാനഡ. അപ്പോൾ ഈ കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിന് ജോബ് ഓഫർ കൊടുക്കുന്നത് അദ്ദേഹത്തിന് ടാലൻ്റ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് LMI ഒന്നും പ്രശ്നമില്ല. ഹി ക്യാൻ കം ടു കാനഡ അണ്ടർ ദാറ്റ് പെർട്ടിക്കുലർ കാറ്റഗറി. അതാണ് C10. അത് നെക്സ്റ്റ് C11 ആണ്. C11 എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ കൂടുതലും ബിസിനസ്സുകാർക്കും അതല്ലെങ്കിൽ വളരെ സീനിയർ മാനേജേഴ്സായിട്ടൊരു ബിസിനസ് മാനേജ് ചെയ്യുന്ന ഒരാൾക്കും, അതിപ്പോൾ ഡയറക്ടർ ആയാലും CEO ആയാലും CFO ആയാലും പ്രസിഡൻ്റ് ആയാലും വൈസ് പ്രസിഡൻ്റ് ആയാലും ജനറൽ മാനേജർ ആയാലും അല്ലെങ്കിൽ ഒരു റീജിയണൽ മാനേജർ ആയാലും ഇങ്ങനെയൊക്കെയുള്ള വളരെ സീനിയർ പോസ്റ്റിലിരിക്കുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അവർ മാനേജ് ചെയ്തിരുന്ന ബിസിനസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലിവൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് കാനഡയിൽ വന്ന് ചെയ്തു നോക്കാൻ ആഗ്രഹിക്കുന്നോ, അല്ലെങ്കിൽ കാനഡയിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഓണർഷിപ്പോടെ കേട്ടോ, you should not be just employed, you should be owning at least 51% of the ownership ഈ പറഞ്ഞ കാനഡയിലെ ബിസിനസ്സിൽ. അതിൽ സ്വാഭാവികമായിട്ടും ടാലൻറ്റിൻ്റെയും എക്സ്പെർട്ടൈസിൻ്റെയൊക്കെ കൂടെ ഓഫ് കോഴ്സ് യു ഓൾസോ ഹാവ് ടു ഷോ അറ്റ്ലീസ്റ്റ് ഒരു ഇന്ത്യൻ്റെ ഒരു 1 CR അല്ലെങ്കിൽ അത് അത്രയെങ്കിലും മിനിമം ഒരു നമ്മുടെ ഫിനാൻഷ്യൽ പ്രൂഫും കൂടി കാണിക്കേണ്ടി വരും. കാരണം ബിക്കോസ് യു ആർ മൂവിങ് വിത്ത് യുവർ ഫാമിലി. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ദുബായിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗാനിക് കഫേ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ഉണ്ട്, സംതിങ് ഇസ് ദെയർ ആൻഡ് യു സീ ദാറ്റ് ബിസിനസ് ഹാസ് ഗോട്ട് എ സ്കോപ്പ് ഇൻ കാനഡ. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ചില ഹോംവർക്കൊക്കെ ചെയ്തു കാണും. അപ്പം നിങ്ങളത് ഇവിടെ വന്നിട്ട് അതേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതല്ലെങ്കിൽ കാനഡയിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളൊരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗം നിങ്ങളാകുന്നു, ഒരു 51% അതിൻ്റെ സ്റ്റേക്ക് വാങ്ങിച്ചിട്ട് കാനഡയിലോട്ട് മൂവ് ചെയ്യുന്നു ആസ് എ ഡയറക്ടർ ഓർ സീനിയർ മാനേജർ, കറക്റ്റ്? അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇത് പലർക്കും ഇതിലൊന്നും ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ മിതമായൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ്, അത്യാവശ്യമുള്ള എഡ്യൂക്കേഷൻ, മിനിമം +2 വേണം കേട്ടോ. പിന്നെ ഒരു ഏജിൽ വലിയൊരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എങ്കിലും ഐ റെക്കമെൻഡ് ബിലോ 58, നോട്ട് മോർ ദാൻ ദാറ്റ്. സോ C11 അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണ്. അതിലും നിങ്ങൾ ഈ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ 1 ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് PR ആവാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വൈഫിനെയും കുട്ടികളെല്ലാവരും കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ കനേഡിയൻ സ്കൂളൊക്കെ ഫ്രീ സ്കൂളിംഗ് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഇവിടെ സെറ്റിൽ ആകാനുള്ള പാത്വേസാണ് ഇതൊക്കെ. നെക്സ്റ്റ് C12 ആണ്. C12 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം LMI എക്സംപ്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞ C10, C11, C12 ഒക്കെ. C12ൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 2 കൂട്ടർക്ക് ഇത് സൂറ്റബിളാണ്, എലിജിബിളാണ്. ഒന്ന്, നിങ്ങൾ ഒരു മൾട്ടിനാഷണൽ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിരിക്കണം. നിങ്ങൾ അവിടെ ഒരു മാനേജറോ എഞ്ചിനീയറോ എന്താ പറയേണ്ടത് അക്കൗണ്ടൻറ്റ്, ചീഫ് അക്കൗണ്ടൻറ്റോ വാട്ടെവർ. അപ്പോൾ ആ ബിസിനസ് ഇവിടെ ഒരു ബ്രാഞ്ച് ബീങ് ഓപ്പൺഡ് ഇൻ കാനഡ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വലിയ ബിസിനസ്സിന് ടാറ്റ കൺസൾട്ടൻസി, ഇൻഫോസിസ് ഒക്കെ അവരുടെ ബ്രാഞ്ചസ് കാനഡയിലുണ്ടല്ലോ. അപ്പോൾ ആ കാനഡയിൻ ഓപ്പറേഷനിലിട്ട് അവർ കൊണ്ടുവരുന്ന സ്റ്റാഫൊക്കെ വരുന്നത് ഈ ഒരു C12 വഴി, വിച്ച് ഈസ് കോൾഡ് ICT, ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ. അതുപോലെ തന്നെ ചെറിയ ബിസിനസ്സുകാർക്ക് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മലബാർ ഗോൾഡ് ഓപ്പൺഡ് ഇൻ കാനഡ, കറക്റ്റ്? So they are already multinational. So when they want to move in their managers from other locations to Canada, they are coming under ICT, intra-company transfer. It should be at least running in 2 countries. അപ്പം നിങ്ങൾ ഒരു കാനഡയിലോട്ട് ഈ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യണം, വാട്ട് എവർ ബിസിനസ് ഇറ്റ് കുഡ് ബി, കറക്റ്റ്? അപ്പോൾ കാനഡയിൽ വന്ന് ഈ ബിസിനസ് ചെയ്തിട്ട് നിങ്ങളത് സക്സസ്ഫുൾ ആക്കിയിട്ട് നിങ്ങളിവിടുത്തെ പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫാമിലിയായിട്ട് സെറ്റിൽ ആകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് C12 ആൻഡ് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ കൈൻഡ് ഓഫ്
ഇമിഗ്രേഷൻ പാത്വേ. അതിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ 1 ഇയർ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സീനിയർ മാനേജേഴ്സിൻ്റെ കാറ്റഗറിയിലൂടെ എക്സ്പ്രസ് എൻട്രി വഴിയോ ആ പർട്ടിക്കുലർ റീജിയനിൽ അല്ലെങ്കിൽ പ്രോവിൻസിലെ PNP വഴിയോ നിങ്ങൾക്ക് PR ആവാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ 3 പ്രോഗ്രാം C10, C11, C12 ഇത് ചിലതൊക്കെ ഒത്തിരി എന്താ പറയേണ്ടത് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അതിൻ്റെ എലിജിബിലിറ്റി ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രൊഫഷണൽ കൺസൾട്ടേഷൻ ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും ബ്ലൈൻഡായിട്ടിൽ ഇറങ്ങരുത്. കാരണം പിന്നെ ഒരുപാട് ഇതിൻ്റെ പേരിൽ ഫ്രോഡ് നടക്കുന്നുണ്ട്, അതും ശ്രദ്ധിക്കുക. ചില ഇൻസ്റ്റാ വീഡിയോ ഒക്കെ ഞാൻ കാണാം, കം ആൻഡ് ബൈ ദിസ് ബിസിനസ് ഫോർ $100,000 ഇൻ ആൽബർട്ട ഇൻ ദിസ് റിമോട്ട് പ്രോവിൻസ്, യു ബിക്കം PR എന്നൊക്കെ പറയും. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ലൈക്ക് ദാറ്റ്. അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രോസും കോൺസൊക്കെ അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞ പ്രോഗ്രാം തന്നെയാണ് അത്, അതിൻ്റെ കോസ്റ്റ് ഫാക്ടേഴ്സും അതിൻ്റെ എല്ലാ രീതിയിലുള്ള ആഫ്റ്റർ എഫക്ട്സും പ്രീകോഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ പ്രോഗ്രാമിലോട്ട് ഇറങ്ങുക. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷനോ കൺസൾട്ടേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് റീച്ച് അസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ നിർത്തുന്നു. ഇനിയും ഇത്രയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നെയും തിരിച്ചു വരുന്നവരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. Please don't forget to share, comment and like. Bye.